പലിശയായി വലിയൊരു സംഖ്യ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ചില പ്രസംഗങ്ങളിൽ നിന്നൊക്കെ പലിശയുടെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്. നിലവിൽ എൻ്റെ കയ്യിലുള്ള ഈ പലിശയുടെ മുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ എന്തു മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഒരാളുടെ സംശയമാണ്. നിവാരണം വരുത്താം. വിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി നിരോധിച്ച ഒരു പ്രവർത്തനമാണ് പലിശ എന്നത്. പലിശ വാങ്ങലും കൊടുക്കലും പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ പങ്കാളിത്തങ്ങളും വളരെ മോശമായി വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളൊക്കെ പൂർണ്ണമായി പലിശയിൽ നിന്നും മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കൈവശം പലിശയുടെ വലിയൊരു മുതലുണ്ട്. ആദ്യമായി അദ്ദേഹം ചെയ്യേണ്ടത് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യുക എന്നതാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പൂർണ്ണമായി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്നുറപ്പിക്കുക. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പൂർണ്ണമായി അവസാനിപ്പിക്കുക. ശേഷം ആ പലിശയുടെ മുതൽ ഖാദി ഉണ്ടെങ്കിൽ ഖാദിയെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഖാദി ഇല്ലാത്ത പക്ഷം വിശ്വസ്തനായ ദീനി ചിട്ടയുള്ള ഒരാളെ ഏൽപ്പിക്കാം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഖാദിയോ അതല്ലെങ്കിൽ വിശ്വസ്തനായ ആളോ ഈ വ്യക്തിയോ തന്നെ അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാവുന്നതാണ്. അഥവാ പള്ളി നിർമ്മാണം, റോഡ് നിർമ്മാണം, പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയ മുസ്ലിങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെലവഴിക്കാവുന്നതുമാണ് എന്ന് ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലിശ വലിയൊരു വിപത്താണ്. അത് വാങ്ങുന്നതും കൊടുക്കുന്നതും പലപ്പോഴും നമുക്ക് വലിയ നാശങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.